സോ ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ എന്താ പറയുക, മീൻ വെള്ളം മാറ്റും കേട്ടോ. നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ മൂക്കിൻ്റെ അവിടെ എന്തൊരു പാട് പോലെ വന്നിട്ടുണ്ട്. എനിക്കത് വെള്ളത്തിൻ്റെ ആണോ, എന്തെങ്കിലും മീൻ അറ്റാക്ക് ചെയ്താണോ ഒന്നും എനിക്കറിയില്ല, കാക്ക കുത്തിയതാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും മാറ്റി ഒന്ന് ഉപ്പല്ലിട്ട് നോക്കാം. നമ്മുടെ ഏറ്റവും ഈ കുളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മീനാണ് കേട്ടോ. നമുക്കെന്നാലും വെള്ളം ഫുള്ള് മാറ്റാം. എന്നിട്ട് എന്തൊക്കെ അപ്ഡേഷൻസ് ഉണ്ട്, ഏതൊക്കെ പുതിയ മീനുകളുണ്ടെന്നെല്ലാം നോക്കിയേക്കാം. 2 ഗോൾഡൻ ഗൗരാമീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജീവനോടുണ്ടാവോ ഒന്നും അറിയത്തില്ല, നോക്കാം. ഇതുകൊണ്ട് എനിക്ക് ഇവൻ്റെ അവസ്ഥ ശരിക്കും സങ്കടമായിപ്പോയി. പക്ഷേ ഞാൻ ഇന്നാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്, ഇന്നലെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഇന്നാണിത് ശ്രദ്ധിക്കുന്നത്. ഗെയ്സ്, നിങ്ങൾക്കിത് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഇതുണ്ട് ഒരു വയലറ്റ് കളറിൽ, പിന്നെ സംഭവം ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഫുള്ള് വെള്ളത്തെയും വയലറ്റ് കളർ സംഭവം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതാണെന്ന് തോന്നുന്നു. മിക്കവാറും എനിക്കൊന്ന് ഈ താമരയുടെ ആയിരിക്കണം. കണ്ടില്ല, ഇത് മൊത്തം സീനായി വീസുണ്ടോ, അടിയുന്നേ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് മൊത്തം താമര റിമൂവ് ചെയ്യേണ്ടി വരും. ഞാൻ മൊത്തം കളഞ്ഞിട്ട് പുതിയ വെള്ളം നിറയ്ക്കാം, പുതിയ ആമ്പൽ പോയി എടുക്കാം കേസ്, അതായിരിക്കും ബെറ്റർ. എന്തോ സീരിയസായിട്ട് പറ്റിയിട്ടുണ്ട്. ഓരോരോ മീനുകളെ പിടിച്ച് മാറ്റുവാണ് ഗീസ്. ചെളി ഇതിനകത്തൊരു ഗോൾഡൻ ഗൗരമ കിടപ്പുണ്ട്. അതിൻ്റെ പറ്റി ഫുള്ള് ലോഡ് എഗ്ഗാണ് കേട്ടോ. എനിക്കൊന്ന് അതിൻ്റെ പേരായിട്ട് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇതൊരു എഗ്ഗ് ചെയ്തിട്ടില്ല. എന്തായാലും നമ്മളെന്ത് അധികമൊന്നും പിടിച്ച് മാറ്റില്ല ഗീസ്, നമുക്ക് കിട്ടാത്തരം പിടിച്ച് മാറ്റാനുള്ള പ്ലാനാണ് കേട്ടോ. മൊത്തം പിടിച്ച് മാറ്റാൻ നിന്നാൽ ശരിയാകത്തില്ല. ഇതുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ലോഡ് എഗ്ഗ് കേട്ടോ. നല്ലതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലോഡ് എഗ്ഗായിട്ട് നിൽക്കുക. ഞാൻ കാണിച്ചു തരാം, കൈ കൊണ്ടെടുത്ത് കാണിച്ചു തരാം. കൈ കിട്ടുന്നില്ല ഈ നല്ല എഗ്ഗ് കേട്ടോ, നല്ല ലോഡ് എഗ്ഗ് കണ്ടോ. നമ്മുടെ പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ട് 2.5 മണിക്കൂർ എടുത്തായി കേട്ടോ. 1.5 മണിക്കൂർ എടുത്ത് നമ്മളിപ്പോൾ പിടിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും മീനുകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട് ടോട്ടൽ. ഇതിനകത്ത് ഗോൾഡ് ഫിഷ് 3 സേഫ് ആയിട്ടുണ്ട്. ഒരു ജൈൻ്റ് ആര്, ഒരു ഗോൾഡൻ കവരേനെ കിട്ടിയിട്ടുള്ളൂ. സീബ്രേനെ 2 കിട്ടിയിട്ടുള്ളൂ. ഒരു സീബ്രേനെ കിട്ടുന്നുണ്ട്. കുറച്ച് മീനുകളെയും കൂടി കിട്ടാനുണ്ട് ഗെയ്സ്. വെള്ളം കലങ്ങി കിടക്കുന്ന പറഞ്ഞാൽ മൊത്തം ആകുമ്പോൾ നമ്മൾ പറിച്ചു കളഞ്ഞു കേട്ടോ. ട്യൂബർ പോലും ഇല്ല, പിന്നെ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്കെടുത്ത് പറഞ്ഞു നോക്കാം. കലങ്ങി കിടക്കുന്ന വെള്ളത്തിൽ പെട്ടെന്ന് മീനെ കിട്ടും. മുഴുവൻ മീനെ നമ്മൾ പിടിക്കത്തില്ല കേട്ടോ ഗെയ്സ്. ഓ കിട്ടിയില്ല, പോയി. ഓ ഗെയ്സ്, ഒരു ജയിൻ്റ് ഒരു ഗോൾഡൻ കവർ നമ്മുടെ സേഫായിട്ടുണ്ട്. എന്തായാലും അവനൊന്നും പറ്റിയിട്ടില്ല. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ. ഓക്കെ, നമ്മൾ ക്ലീനാക്കി മാക്സിമം മീനൊക്കെ പിടിച്ച് മാറ്റി കേട്ടോ. അതുകൊണ്ട് ഗോൾഡൻ കവർ തണ്ട് കിടക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇതുണ്ട് ഗെയ്സ്, അത് മെയിൽ തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഇത് മൊത്തം ചരിച്ച് ക്ലീനാക്കി എടുക്കണം ഗെയ്സ്. ഡയറക്റ്റ് ടാസ്കാ ഇന്ന് എൻ്റെ നടപടിയും. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ ക്ലീനിങ് കാര്യമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടാസ്യം പെർമാനേറ്റ് ഇട്ടോ ജസ്റ്റ് ഒന്ന് കഴുകുക കേട്ടോ. കാരണം വെച്ചാൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. കാരണം എന്ന് വെച്ചാലേ ഇത്രയും ചെയറൊക്കെ കിടന്ന കാരണം പെട്ടെന്ന് ഇവർക്ക് വെള്ളം ശരിയാതെ വരും. ഉപ്പുവെല്ലൊക്കെ ഇട്ട് വേണം ഇനി വെക്കാൻ. 2 ദിവസം റെസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരു ചെറിയ ബക്കറ്റിലല്ലേ ഇടയില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഴിയിട്ട് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അതുകൊണ്ട് പൊട്ടാസ്യം പെർമാനേറ്റ് അല്ലെങ്കിൽ 2 ദിവസം വെള്ളം വെച്ചിട്ട് പയ്യെ ചെയ്താലും മതി. ഉപ്പുവെല്ലൊക്കെ ഇട്ട് പയ്യെ സെറ്റ് ചെയ്താലും മതി കേട്ടോ. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വേണ്ടേ ഇനി വെള്ളം നിറച്ച് ഉപ്പുവെല്ലിട്ട് നമ്മുടെ ഫംഗലിനുള്ള മരുന്ന് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് ഇവന്മാരെ മൊത്തം ഇനി അങ്ങോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഗോൾഡ് ഫിഷിനായിരുന്നുണ്ടോ നിങ്ങൾ തന്നെ നോക്കാൻ. നിങ്ങൾ ശരിക്കും കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇതുണ്ടോ എൻ്റെ വായുടെ അവിടെ അത്രയും പോയി കാക്കൂത്തിയാണ്, എന്നെ പറ്റിയെന്ന് അറിയത്തില്ല. ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി കേട്ടോ. അവിടെ മെറ്റിൽ കിടക്കുന്ന കാരണം തിരിച്ച് അവിടെ വെക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് സ്ഥലം മാറ്റി. മൊത്തം അടി അട്ടയും അവിടെ കുഴിഞ്ഞു, എലിയൊക്കെ വന്ന് കുഴിച്ച്. എന്തായാലും ഈ വെള്ളം ഇവിടെ കിടന്നിറക്കാം. എന്നിട്ട് നമുക്ക് മീനുകളെല്ലാം അങ്ങോട്ട് സേഫായിട്ട് മാറ്റാം. അങ്ങനെ മീനെ ഫൈനൽ നമ്മൾ ഇറക്കാൻ പോകാം കേട്ടോ. എൻ്റെ ഉള്ളൂ എങ്ങനെ വെച്ചാൽ വീഡിയോ ഇച്ചിരി ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് സ്ക്രാച്ചാൻ മീൻ ഏതായത് ആദ്യം നീ തന്നെ പോകും. എല്ലാ മീനുകളും ഓരോന്നോരോന്നായി പിടിച്ചിടണം.
അതാണ് നമ്മുടെ ടാസ്ക്. ചെറിയ ടാസ്ക് അല്ലേ? അതിനകത്ത് മുള്ളുണ്ട് ഗീസ്. ജീൻ്റെ ഒരു സീനാണ്. ഗോൾഡൻ കവര അവനെ ഇറക്കി. എൻ്റെ പൊന്നു അടുത്ത് ഈ സത്യം പറഞ്ഞ, കാരണം നമ്മളത് 7:30 തുടങ്ങിയ പരിപാടിയായി. ഇപ്പോൾ സമയം 8:52. ഒരു ഫ്രിഡ്ജ് ബോക്സ് മാത്രം ക്ലീനാക്കി ഈ സമയം എടുത്ത്. അപ്പോൾ ഒരു വലിയ ടാങ്കായിരുന്നു, എന്നെ ചെയ്തേനെന്ന് ഞാൻ ഈ ആലോചിക്കുന്നത്. ഈ സമയമില്ല. അടുത്ത മഴയ്ക്കുമ്പോൾ കറണ്ടാണ്. ഇവരെ കിടന്ന് വട്ടം കളിപ്പിക്കാന്നുള്ളത്. മിക്കവാറും വലയിട്ട് വരേണ്ടി വരും. മിക്കവാറും നമുക്ക് നടപടിയാകുന്നുള്ളൂ. ഇനി ഇത് മൊത്തം ക്ലീൻ ആക്കണം കേസ്, അല്ലെങ്കിൽ ഡാഡികരിച്ച് വന്നാൽ നമുക്ക് ശുഭാപ്തി വിശ്വാസങ്ങൾ എല്ലാം നേരേണ്ടി വരും. വല മൊത്തം ചെല്ലിയ ക്ലീനാക്കണം. ഫ്രിഡ്ജ് ബോക്സ് പോയി നോക്കണേ. ആ ചാണകമൊന്നും അല്ല വെച്ചേ. നീ പൈപ്പ് പോയി ഓഫ് ആയിക്ക ആദ്യം. ഈ പൈപ്പ് ഇത് എടി, ഇത് ഓഫ് ആക്കടി. അതിലെ പോയി ഓഫ് ആക്കി ടാപ്പ് ഓഫ് ആക്കടി. എന്റെ പൊന്നോ, ചെല്ലി ചെല്ലി പോ 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 പോ. ആ മൊത്തം ഓഫാക്കിയില്ലേ? ഇല്ല, ഓഫാക്കത്. ആ ഓക്കെ. അതെവിടെയാണ് ഫ്രിഡ്ജ് ബോക്സാ? ആ പിന്നെ ഏതാണെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? വെച്ചടേ, എന്തൊരു വൃത്തിയാക്കാൻ നേരം കാര്യം കണ്ടില്ലല്ലോ. അച്ചോടാ പടി 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 കയറിപ്പടി. ഒക്കെ പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ഫുൾ വീഡിയോ ആയിരിക്കും. കുറേ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിടാനേ പറ്റത്തുള്ളൂ. വീഡിയോ എടുക്കാൻ വേറെ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റ വീഡിയോ എടുത്ത് കട്ട് ചെയ്തിട്ടാൽ മതിയായിരുന്നു. മൊത്തം ഇനി എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം ഗീസ്. എന്തായാലും ലെങ്ത് വീഡിയോ ആയിരിക്കും. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിനകത്ത് എല്ലാവർക്കും എല്ലാം മീനും ഡെയിലി കാണാൻ പറ്റും കേട്ടോ. അതാണ് ഇതിനകത്ത് മെയിൻ അഡ്വാൻറ്റേജ്. നമുക്ക് എന്തായാലും 2 പാലിട്ട് കൊടുത്തേക്കാം. അതിലായിരിക്കാൻ പറ്റത്തില്ല. പുതിയ വെള്ളമായതുകൊണ്ട് എനിക്ക് സർവൈവ് ചെയ്ത് കിട്ടാൻ പാടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ പുതിയ വെള്ളം ആയതുകൊണ്ട് എന്നെ അങ്ങനെയാണ്. നമുക്ക് നോക്കാം കേസ്. എന്തായാലും ഇപ്പം എന്തായാലും എല്ലാവരും ആക്റ്റീവാണ്. ഗോൾഡ് ഫിഷൊക്കെ നല്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോകണം. നല്ല ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒട്ടും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല കേട്ടോ. അതാണ് എൻ്റെ മെയിൻ കുഴപ്പം. എന്തായാലും എല്ലാവരും ഹാപ്പിയൊക്കെ ഇട്ട് ഇരിക്കുന്നു. മൊത്തം മീനെ നമുക്ക് എന്തായാലും പിടിക്കാൻ പറ്റില്ല. കുറേ എണ്ണം ഡെഡായിട്ടുണ്ട്. അതിൻ്റെ സങ്കടമുണ്ട് കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ കുറേ പോയിട്ടുണ്ട്. നമുക്ക് എല്ലാം തിരിച്ച് പിടിക്കും ഗീസ്. തിരിച്ച് പിടിക്കണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗീസ്. ഓക്കെ ബൈ.